ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിനെയാണ്. രേവതി വല്ലാത്ത വിഷമത്തിലാണുള്ളത്. ശ്രീകാന്തിനെ മാറി മാറി ഫോൺ വിളിക്കുന്നു, കിട്ടുന്നില്ല. ശ്രീകാന്തിന്റെ ഫോൺ ഓഫാണ് കേട്ടോ. ഏതായാലും ശ്രീകാന്തിന് ഭയങ്കര പേടിയുണ്ട് രേവതിയുടെ കാര്യം ഓർത്തിട്ട്. എന്തായി തീരും ഏതായി തീരും എന്നൊന്നും അറിയില്ല. കാരണം രേവതിയും നമ്മുടെ ശ്രീകാന്തും കൂടെ രാവിലെ ഒരുമിച്ചാണ് അമ്പലത്തിലേക്ക് ഇറങ്ങിയത്. അപ്പൊ അതുകൊണ്ട് രേവതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു പേടിയും ആ ഒരു എന്താ പറയുക മനസ്സിലെ ആ ഒരു പേടിയൊക്കെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ രേവതി ഫോൺ വിളിക്കുന്നു, ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ദേവ് പറയാണ്, ചേച്ചി എന്നോട് ക്ഷമിക്കണം, കാരണം ഇതൊക്കെ ഞാനല്ലേ ഇതിനൊക്കെ ഉത്തരവാദി, ഞാൻ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ചേച്ചി, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി ചേച്ചി, എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണം ഇപ്പൊ ചേച്ചിയല്ലേ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയാണ്, കണ്ടില്ലേടി ഇപ്പൊ എന്റെ ഭർത്താവ് എന്നെ ഇറക്കി വിട്ടു, അതൊക്കെ പോട്ടെ, അദ്ദേഹം നമ്മുടെ അച്ഛൻ, ദേ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെയല്ലേ അദ്ദേഹം, നമ്മുടെ അച്ഛൻ മരിച്ചപ്പം മുതൽ നമ്മൾ അച്ഛന്റെ സ്ഥാനത്ത് കണ്ടതല്ലേ, എന്നിട്ട് നീ അദ്ദേഹത്തിനോട് എന്ത് ക്രൂരതയടി കാണിച്ചത്, അദ്ദേഹത്തിന് ഇത് താങ്ങാൻ ഒരിക്കലും കഴിയില്ല, കാരണം ഇതുവരെ ലോക്കപ്പിൽ കിടക്കുകയോ പോലീസ് സ്റ്റേഷനിൽ കയറുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ മനുഷ്യൻ നമ്മൾ കാരണം ഇപ്പം ആ ലോക്കപ്പിനകത്ത് കിടക്കണത്, എനിക്കറിയില്ല ഈ മഹാഭാവം ഞാൻ എവിടെ കൊണ്ട് കഴുകി കളയോ, എനിക്കൊന്നും അറിയില്ല, എല്ലാം നീ ഒറ്റ ഒരുത്തി കാരണമാ, എനിക്കറിയാം ചേച്ചി, ഞാൻ എന്ത് ചെയ്യാനാ, പറ്റിപ്പോയി ഒരു അബദ്ധം, അതിന് ഇനി എന്ത് പ്രായച്ചിത്തോ ഞാൻ ചെയ്യേണ്ടത്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെന്ന് അവരോട് പറയാം ഞാൻ എല്ലാത്തിനും കാരണക്കാരിന്ന്, ചേച്ചി അപ്പം നിരപരാധിയാണെന്ന് തെളിയൂലോ, ആര് പറഞ്ഞു ഞാൻ അപ്പം നിരപരാധിയാണെന്ന് തെളിയുന്ന, അപ്പം ദേ അവർക്ക് വീണ്ടും ഒരു കുറ്റം കൂടെ പറയാനായി, നീയും ഇതിന് കൂട്ടുനിന്നൂന്ന്, എന്റെ പൊന്നു ദേവു, നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങള്, എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക, എന്നെ ആ വീട്ടിൽ നിന്ന് വെളിയിൽ ചാടിക്കാനോ അവഗണിക്കാനോ ഒക്കെ, എന്നിട്ടാ ഇതൊക്കെ ഞാൻ വരുത്തി വെച്ചതാ, അവനില്ലേ ശ്രീകാന്ത്, അവൻ എന്നെ വിളിച്ചോണ്ട് രാവിലെ പോയില്ലേ, ഞാൻ തന്നെ ഇതെല്ലാം വരുത്തി വെച്ചത്, ഞാൻ തന്നെയല്ലേ ഈ കുഴി കുഴിച്ചതും ആ കുഴിയിൽ ചെന്ന് ചാടിയതും ഒക്കെ, ഇതിനെല്ലാത്തിനും ഞാൻ അനുഭവിക്കണം, വീട്ടിലിരുന്നാ പോരായിരുന്നോ, ഒരു പണിയില്ലാതെ ഞാൻ അവന്റെ പുറകെ പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ, ഞാൻ അനുഭവിക്കണം, ഇതിനൊക്കെ ഞാൻ അനുഭവിക്കണം എന്ന് പറഞ്ഞ് സ്വയമേ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെയൊക്കെ അടിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി. അപ്പം ദേവ് പറയാ, ചേച്ചി ഇവിടെ ഇരിക്കണ്ട, ഒരു കാര്യം ചെയ്യേ, ചേച്ചിനകത്ത് അവർ കേട്ടില്ല, എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം, ഞാൻ വീട്ടിലേക്ക് വരാനോ, അതും അച്ഛൻ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരാനോ, ഇല്ല ഒരിക്കലും ഞാൻ വീട്ടിലേക്ക് വരില്ല, ദേ അച്ഛൻ അതിനകത്ത് കിടക്കുക, അച്ഛൻ അതിനകത്ത് നിറങ്ങാതെ ഒരിക്കലും ഞാൻ വരില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, ദേവു നീ വീട്ടിലേക്ക് പോകാൻ നോക്ക്, നീ വീട്ടിലേക്ക് ചെന്നില്ലേ അമ്മ പേടിക്കും, അതുകൊണ്ട് നീ വീട്ടിലേക്ക് പോ, അത് പിന്നെ ചേച്ചി ഇല്ലാതെ ദേവു നിന്നോട് പോകാനാ പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, ഞാൻ എന്തെങ്കിലും ചെയ്ത് ഇവിടെ ഇരിക്കും, എനിക്ക് ശ്രീകാന്തിനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചേ പറ്റൂ, അത് ഏത് വഴിയാണെങ്കിലും എനിക്ക് ശ്രീകാന്തിനെ ഇവിടെ എത്തിക്കണം, അല്ലെങ്കിൽ ദേ നമ്മുടെയൊക്കെ അച്ഛൻ, എൻ്റെ അച്ഛൻ, ഞാൻ എൻ്റെ അച്ഛനെ പോലെ ഇപ്പൊ കരുതുന്ന ആ മനുഷ്യൻ ആ ലോക്കപ്പിനകത്ത് കിടക്കുക, നാളെ രാവിലെ ആ മനുഷ്യനെ കൊണ്ടുപോകും, കോടതിയിലേക്ക് കൊണ്ടുപോകും, അതൊന്നും കാണാനുള്ള ഒരു ശേഷി എനിക്കില്ല, എൻ്റെ ഈ കെട്ടുതാലി പൊട്ടിയാലും എനിക്ക് കുഴപ്പമില്ല, സത്യം എന്താണെന്ന് എനിക്ക് തെളിയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിൽക്കുക, ദേവുവിനെ അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഇതേ സമയം വീണ്ടും ജയിലിനകമല്ല ലോക്കപ്പിനകം തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ കുനിഞ്ഞു നിൽക്കുക തന്നെയാണ്, കമാന്നൊരക്ഷരമോ മിണ്ടുന്നൊന്നുമില്ല കേട്ടോ, ഒരേ നിപ്പ്. അപ്പൊ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ചന്ദ്ര പറയുക, സച്ചി അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കടാ, അദ്ദേഹത്തിനോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറയടാ, എടാ ചെല്ലടാ, നീ സംസാരിച്ചാൽ അദ്ദേഹം എന്തെങ്കിലും പറയൂടാ, ദേ നമ്മുടെ അച്ഛന് താങ്ങാൻ കഴിയാത്തത്രയും അവസ്ഥയാ, അവൾ ഒറ്റ ഒരുത്തി കാരണം വരുത്തി വെച്ചിരിക്കുന്നത്, നീ ചെന്ന് സമാധാനിപ്പിക്കടാ എന്നൊക്കെ പറയാണ്. അപ്പോഴും ചന്ദ്ര കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ രേവതിനെയാണ് കേട്ടോ. കിട്ടിയ അവസരം നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ട് ചന്ദ്ര. അങ്ങനെ നമ്മുടെ സച്ചി അകത്തേക്കല്ല ആ ലോക്കപ്പിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, അച്ഛൻ കരയരുത് അച്ഛാ, അച്ഛൻ വിഷമിക്കരുത് അച്ഛാ, അച്ഛനെ ഈ സച്ചി ഇറക്കും, ഈ സച്ചിയുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അച്ഛനെ ഈ ലോക്കപ്പിനകത്ത് നിന്ന് സച്ചി ഇറക്കിയിരിക്കും, അതുകൊണ്ട് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ എല്ലാം ശരിയാക്കാം സാറേ, എൻ്റെ പൊന്നു സാറേ, എൻ്റെ അച്ഛനെ ഒന്ന് ഇറക്കി വിട് സാറേ, ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, പാവുക സാറേ, അവൻ ചെയ്ത തെറ്റിന് എന്തിനാ സാറേ എൻ്റെ അച്ഛനെ അകത്തേക്ക് ഇട്ടത്, പ്ലീസ് സാറേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ CI പറയാണ്, എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയുമില്ല, അവൻ എപ്പോൾ ഇവിടെ വരുന്നോ അപ്പൊ ഇയാളെ ഇറക്കാം, അല്ലാതെ ഇറക്കാൻ പറ്റില്ല, നാളെ ഏതായാലും കോടതി പറഞ്ഞിട്ടുണ്ട്, നാളെ കോടതിയിൽ
പുള്ളിക്കാരനെ ഹാജരാക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാനേ അപ്പം പറയാം. ഏതായാലും നാളെ ഇനിയിപ്പോൾ അവൻ വന്നില്ലെങ്കിൽ ഇയാൾക്ക് ജയിലിലേക്ക് പോകാൻ തന്നെയായിരിക്കും വിധി എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വീണ്ടും കരയാണ് കേട്ടോ. സാറേ എൻ്റെ അച്ഛൻ പാവോ സാറേ, എൻ്റെ അച്ഛനെ ഇറക്കി വിട് സാറേ, പ്ലീസ് സാറേ, എൻ്റെ അച്ഛൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവൻ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ തപ്പി കണ്ടുപിടിച്ചോണ്ട് തരാം സാറേ, പക്ഷെ എൻ്റെ അച്ഛനെ ഇറക്കി വിട് സാറേ എന്ന് പറയുമ്പോൾ മാറി നിൽക്കാനാ പറഞ്ഞത്. കുറേ നേരമായല്ലോ താൻ കിടന്ന് ഇവിടെ കണാന്ന് കിടന്ന് ചിലക്കാൻ തുടങ്ങിയിട്ട്. മതി കൂടുതൽ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട, മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി മാറി നിന്ന് കേട്ടോ. കാരണം പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലെന്നേ, അറിയാലോ. അവിടെ ചെന്ന് നമുക്കിങ്ങനെ യാചിക്കുക എന്നുള്ളതല്ലാതെ അവിടെ ചെന്ന് വേറെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല. സച്ചിയുടെ ആ ഒരു ആരോഗ്യവും സച്ചിയുടെ ആ ഒരു എന്താ പറയുക രീതിയൊക്കെ വെച്ചിട്ട് രണ്ടടി അടിച്ചിട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടതാണ്. പക്ഷെ പോലീസ് സ്റ്റേഷനാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നമുക്ക് നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ സച്ചിയും ആകെപ്പാടെ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ. ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ രേവതിനെ കാണിക്കാണ് കേട്ടോ. അപ്പം രേവതി അവിടെ നിന്ന് കരയുന്ന കണ്ടിട്ട് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു, അതെ ഇവിടെ നിന്നിങ്ങനെ കരയൊന്നും ചെയ്യരുത്, ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഇപ്പം പറഞ്ഞു, ഇല്ല ഞാൻ വീട്ടിൽ പോകൂല. അല്ല അച്ഛനെ വെളിയിലെങ്ങാനും ഇപ്പം വിടുവോ, അച്ഛനെ ലോക്കപ്പിൽ നിന്ന് ഇനി റിലീസ് ചെയ്യോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പോലീസുകാരൻ പറഞ്ഞു, അതിന് ചാൻസ് ഇല്ല, ഏതായാലും ഒരു കാര്യം ചെയ്യാം, ആ പരാതി തന്നിരിക്കുന്ന ശ്രീകാന്ത് എന്ന് പറയുന്ന ആളെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ റിലീസ് ചെയ്യും, അത് ഉറപ്പാ. അല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ല എൻ്റെ പൊന്നു വച്ചേ. CI ഏറ്റ കാര്യമാണ്, അതുകൊണ്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. മിക്കവാറും ഇനിയിപ്പോൾ അയാൾ വന്നില്ലെങ്കിൽ നാളെ നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകും. കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് ജാമ്യമൊന്നും കിട്ടുന്ന കേസൊന്നും അല്ലെന്നാ തോന്നുന്നത്. കാരണം അപ്പുറത്തെ കക്ഷിയും പിടിബലം ഉള്ളതാണേ. അപ്പം അതുകൊണ്ട് തന്നെ അതനുസരിച്ചായിരിക്കും കേസ് മുന്നോട്ടേക്ക് പോവുക. അതിനു മുമ്പ് നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് അയാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലാതെ ഇതിന് വേറൊരു പ്രതിവിധി ഇല്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ രേവതി പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങി കേട്ടോ. കരച്ചില്ലേ, രേവതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പിന്നെ ഫോൺ എടുത്ത് നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുന്നു. ശ്രീകാന്തിനെ വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ല. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയും സച്ചിയും സുധിയും ശ്രുതിയും ഒക്കെ മാറി മാറി വിളിക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവർ വെളിയിലേക്ക് വരികയാണ്. വെളിയിലേക്ക് വരുമ്പം രേവതി അവിടെ നിൽക്കുന്നു. രേവതിനെ കണ്ട ഉടനെ ചന്ദ്ര ഇങ്ങ് വന്നില്ല. ചന്ദ്ര ഇങ്ങ് വന്നിട്ട്, നിനക്ക് ഇതുവരെ പോകാൻ സമയമായില്ലടി, നീ ഇനി ഇവിടെ നിൽക്കുന്നത് ഞങ്ങളെ കൊന്നു തിന്നാനാണോ, ഞങ്ങളുടെ സങ്കടം കണ്ട് നിനക്ക് രസിക്കാനല്ലേടി നീ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ അമ്മ എൻ്റെ സത്യാവസ്ഥ ഒന്നും മനസ്സിലാക്കാമ്മ. നീ കൂടുതലൊന്നും പറയണ്ട, നിന്നെ കെട്ടിക്കൊണ്ട് വന്നത് എന്നാണോ അന്ന് തുടങ്ങിയത് എൻ്റെ കുടുംബത്തിൻ്റെ വേവലാതി. അതിനു മുമ്പ് സമാധാനമായിട്ട് സന്തോഷത്തോടും കൂടിയ ഞങ്ങളുടെ കുടുംബം ജീവിച്ചുകൊണ്ടിരുന്നത്. നിന്റെ തലവെട്ടം എന്ന് കണ്ടോ അന്ന് തുടങ്ങിയ കഷ്ടകാലമാ. എന്തിനാടി ഇങ്ങനൊരു മഹാഭാവം നീ ചെയ്തത്? നിന്നെ സ്നേഹിച്ചതല്ലേടി അയാള്, എന്നെക്കാൾ കൂടുതൽ നിന്നെ വിശ്വസിച്ചതല്ലേടി, എന്നിട്ട് നീ എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചന്ദ്ര എണ്ണിപ്പറക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ശ്രുതി മുമ്പിലേക്ക് വന്നത്. ശ്രുതി പറഞ്ഞു, രേവതി ഒരിക്കലും നീ ഇത് ചെയ്യുന്ന ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം എന്നോട് ശ്രുതി പറഞ്ഞിട്ടുണ്ട്, നിന്റെ കുടുംബത്തിന് എന്ത് പ്രശ്നം വന്നാലും അപ്പ സഹായിക്കാൻ ഓടിയെത്തുന്ന ഈ അച്ഛന്. ആ അച്ഛനെ നീ ഒന്ന് ആലോചിച്ചോ രേവതി? നിന്നെ ഒരു ആപത്ത് ഘട്ടത്തില്, നിന്റെ കുടുംബത്തെ ആപത്ത് ഘട്ടത്തില് ഒന്ന് കൈപിടിച്ച് ഉയർത്താനും കയറ്റാനും അദ്ദേഹം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്കൊരിറ്റ് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇതിന് കൂട്ടു നിൽക്കില്ലായിരുന്നു. എന്നിട്ട് നീ ഇപ്പൊ ചെയ്തതുണ്ടല്ലോ, അത് ഒരിക്കലും നന്ദിയില്ലാത്തൊരു പ്രവൃത്തി തന്നെയാ. നന്ദികേടെന്ന് പറയും. സാധാരണ വീട്ടിലൊക്കെ വരുന്ന പട്ടികൾക്ക് ചോറ് കൊടുത്താലുണ്ടല്ലോ, അവരതിന്റെ നന്ദിയെങ്കിലും കാണിക്കും. കാരണം കള്ളന്മാര് വീട്ടിൽ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കുരയ്ക്കുമെങ്കിലും ചെയ്യും. നീ അതുപോലും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതൂടെ കേട്ടപ്പോഴത്തേക്കും നിന്നങ്ങോട്ട് ഉരുകുകയാണ് കേട്ടോ. ശ്രുതിക്കും കിട്ടിയ അവസരം പാഴാക്കുന്നില്ല. ശ്രുതിയും നന്നായിട്ട് അങ്ങ് പറയുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, എടി നിന്നോടാ പറഞ്ഞു ഇവിടുന്ന് പോകാന്, ഇനി നീ ഇവിടെ നിൽക്കരുത്. നിന്റെ തലവെട്ടം കണ്ടതും എനിക്കും തുടങ്ങിയതാ, എൻ്റെ ഗ്രഹനില തെറ്റാൻ തുടങ്ങിയതാ. അതുകൊണ്ട് ദയവ് ചെയ്തു പൊക്കോ, എൻ്റെ കൺമുമ്പിൽ വരരുതെന്നാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും പിടിച്ച് നമ്മുടെ രേവതിനെ തള്ളിവിടുക സച്ചി. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വർഷയെ ശ്രീകാന്ത് കുറച്ച് വിഷമത്തിൽ തന്നെയാണുള്ളത്. പക്ഷെ വർഷ വളരെ ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ വർഷ നേരെ പോയി ഒരു കോഫിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ശ്രീകാന്തിന് കൊടുത്തിട്ട്, ആദ്യമായിട്ട് ഭാര്യ ഇട്ട് തരുന്ന ഒരു കോഫി അല്ലേ, കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാ. അങ്ങനെ അത് കുടിച്ചിട്ട് കൊള്ളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇതെന്താ ശ്രീകാന്ത് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞൂടെ? ഞാൻ എത്ര ദിവസമായി ശ്രീകാന്തിന്റെ മുഖം ഒന്ന് ചിരിക്കുന്നത് കണ്ടിട്ടെ, എന്നിട്ടൊന്ന് ചിരിച്ചൂടെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ശ്രീകാന്ത് പറയാണ്,
ആ ചിരിച്ചോണ്ട് പറയാ, കൊള്ളാ, കുഴപ്പമില്ലെന്ന് പറയാ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. രാവിലെ അമ്പലത്തിൽ വെച്ച് മുതല് ഞാന് നിന്റെ മുഖം ശ്രദ്ധിച്ചായിരുന്നു. എന്താ ടെൻഷനായിരുന്നു. അല്ല വർഷ, നിനക്ക് ടെൻഷനൊന്നുമില്ലേ? നിന്റെ അച്ഛനെ അമ്മേനെയും പിരിഞ്ഞു നിൽക്കുന്നതിലും നിന്റെ അച്ഛനെ അമ്മേനെയും ധിക്കരിച്ചിറങ്ങി വന്നതിലും ഒന്നും നിനക്ക് ഒരു വിഷമവും തോന്നില്ലേ? എന്ത് വിഷമം? എനിക്കെന്ത് വിഷമം തോന്നാനാ? അതെ, എന്റെ ഇഷ്ടങ്ങളെ അവരെതിർക്കല്ലേ ചെയ്തത്. എന്നോട് അവർക്ക് സ്നേഹവും ഇഷ്ടവും വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരെന്റെ ഇഷ്ടം അംഗീകരിച്ച് ഞാൻ സ്നേഹിക്കുന്ന ഒരാളെ വിവാഹം കഴിച്ചു തന്നേനെ. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ആ കോമാളിനെ കൊണ്ടല്ലേ എന്നെ കെട്ടിക്കാൻ വേണ്ടി ഇരുന്നത്. പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു വിഷമം കാണത്തില്ല എന്നെ കാണാതെ പോയതിലും എന്നെ കാണാതിരിക്കുന്നതിലും. എന്റെ അച്ഛനും അമ്മയ്ക്കും ആകെ വിഷമം എന്തിനായിരിക്കും അറിയാമോ? ആ കോമാളിനെ ഞാൻ കെട്ടിയില്ലല്ലോ, കല്യാണം മുടങ്ങിയില്ലോ എന്നോർത്തിട്ട് മാത്രമായിരിക്കും എന്റെ അച്ഛനും അമ്മയ്ക്ക് വിഷമമുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു സമയം നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടടിച്ച് തീർക്കേണ്ട കാര്യമുണ്ടോ? അതേ, വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസമല്ലേ, നമുക്ക് അതുകൊണ്ട് സന്തോഷത്തോടു കൂടിയല്ലേ ശ്രീകാന്ത് ഇരിക്കേണ്ടത്. പിന്നെ 2, 3, 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളൊക്കെ തീരും. പിന്നെ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ശ്രീകാന്ത് വിഷമിക്കരുത്. ഇനി ആ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടേരെ. ഇനി നമ്മുടെ നല്ല നല്ല നിമിഷങ്ങളാ നമ്മുടെ ജീവിതത്തിൽ. ഈ നിമിഷങ്ങളൊക്കെ ഒരു പ്രാവശ്യമല്ലേ ഉണ്ടാവത്തുള്ളൂ. ഇതൊക്കെ നമുക്ക് ഓർത്തു വെക്കേണ്ട നിമിഷങ്ങളല്ലേ. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ നമ്മളെപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നത്? ഒരു പ്രശ്നവും കാണില്ല, രേവതി ചേച്ചിക്കും ഒരു പ്രശ്നവും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിന്റെ മടിയിലേക്ക് ഇങ്ങനെ കിടക്കാണ് കേട്ടോ നമ്മുടെ വർഷ. ഏതായാലും ശ്രീകാന്തിന്റെ മനസ്സ് അപ്പോഴും ക്ലിയർ ആയിട്ടൊന്നുമില്ല. പിന്നെ വർഷേനെ ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ചെറിയ രീതിയിൽ ചിരിക്കുന്നു, മുഖം വീർപ്പിക്കാതിരിക്കുന്നു എന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ രേവതിനെയാണ്. രേവതി രാത്രിയായിട്ടും ആ പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ ആ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒരു ഫോണും കയ്യിലിരിപ്പുണ്ട്. ഇടയ്ക്ക് ശ്രീകാന്തിനെ വിളിച്ചു നോക്കുന്നുണ്ട്. ശ്രീകാന്തിനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? കിട്ടുന്നുമില്ല. ഇതേ സമയമാണ് നമ്മുടെ സച്ചി നേരെ രവീന്ദ്രനോട് പോയി ചോദിക്കുക, അല്ല അച്ഛൻ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ എന്ന്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അച്ഛൻ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനാ? രാവിലെ മുതൽ അദ്ദേഹം പട്ടിണിയാ, അറിയാമോ? രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഇവര് രാവിലെ വന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ. പാവം, അദ്ദേഹത്തിന് അസുഖങ്ങളും കാര്യങ്ങളും ഉള്ളതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ അച്ഛനെ ഇവിടെ നോക്ക്, ഞാൻ പോയി എന്തെങ്കിലും ഫുഡ് മേടിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു. അപ്പോഴാണ് സച്ചിൻ ഒരു കൂട്ടുകാരൻ വിളിക്കുക. അപ്പൊ ആ കൂട്ടുകാരനോട് പറയുകയാണ്, നീ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് തന്നെ റെസ്റ്റോറന്റിൽ ചെല്ലണം. റെസ്റ്റോറന്റിൽ ചെന്ന് നീ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം, തിരക്കണം. അവിടെ ചെന്ന് എല്ലാ വിവരങ്ങളും അന്വേഷിച്ചിട്ട് അവൻ എവിടെയാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവനെ തൂക്കിയെടുത്തോണ്ട് വരണം എന്നൊക്കെ ഇങ്ങനെ കലിപ്പിച്ചു പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കിയത് വീണ്ടും നമ്മുടെ രേവതിനെയാണ് കാണുന്നത്. അപ്പൊ രേവതി അവിടെ നിൽക്കുകയാണല്ലോ. രേവതിനെ കണ്ടതും സച്ചി, നീ ഇതുവരെ പോയില്ലേടി, നിന്നോട് പോകാനല്ലേടി പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഒരാട്ടാട്ടിയിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ നിന്നു. ചന്ദ്രയും പിന്നെ നമ്മുടെ രേവതിയുടെ മെക്കിട്ട് കയറി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ഫുഡൊക്കെ ആയിട്ട് വന്നിട്ട് രവീന്ദ്രന് കൊടുക്കാൻ വേണ്ടി, അച്ഛാ ഞാൻ ഇഡ്ഡലിയും കുറച്ച് സാമ്പാറും എന്തോ പറഞ്ഞു മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്നൊരു പോലീസുകാരൻ പറഞ്ഞു, അല്ല താനിത് എങ്ങോട്ടാ കയറി പോകുന്നത്? അതെ, ലോക്കപ്പിൽ കിടക്കുന്ന ആൾക്ക് ഫുഡ് കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞത്? ഇവിടെ അതൊന്നും പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ശ്രുതി പറഞ്ഞു, ഇത് എന്ത് ന്യായമാ സാറേ, രാവിലെ ആ മനുഷ്യനെ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നല്ലേ, പ്രായത്തിന്റെ ഒരു പരിഗണനയെങ്കിലും കൊടുക്കുക. അല്ലെങ്കിലും ലോക്കപ്പിൽ ഇങ്ങനെ അടയ്ക്കുന്ന ഒരാൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങളത് ചെയ്യുന്നില്ല, എന്നിട്ടത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിയമവിരുദ്ധമല്ലേ സാറേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഇവിടെ CSR ഇല്ലല്ലോ, അപ്പൊ പിന്നെ CSR അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ പ്രശ്നം, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാല്, ഫുഡ് കഴിക്കാതിരുന്ന് തല കറങ്ങി ജസ്റ്റ് വീണാല് നിങ്ങൾക്ക് തന്നെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പോലീസുകാരൻ പറഞ്ഞു, എങ്കിൽ പിന്നെ എന്തേലും കൊടുക്കാൻ പറഞ്ഞു. സച്ചി എന്ത് ചെയ്തു? സച്ചി കുറച്ച് ഫുഡൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കും രവീന്ദ്രൻ മേടിക്കുന്നില്ല. അപ്പം സച്ചി പറഞ്ഞു, വേണ്ട അച്ഛനെ, ഞാൻ വാരിത്തരാം എന്ന് പറഞ്ഞ് നേരെ ഫുഡ് എടുത്ത് ഇങ്ങനെ വാരി ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്കും രവീന്ദ്രൻ അത് മേടിക്കുന്നില്ല. രവീന്ദ്രൻ വേണ്ട സച്ചി, എനിക്ക് ഫുഡ് വേണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ ഇച്ചിരിയെങ്കിലും ഫുഡ് കഴിക്ക്, നിങ്ങളാകെ തളർന്നു പോകും, ഷുഗറും BP-യും പ്രഷറൊക്കെ ഉള്ള ആളല്ലേ, അതുകൊണ്ട് കുറച്ചെങ്കിലും കഴിക്കുക എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ കഴിക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി എന്ത് ചെയ്തു? അതെടുത്ത് വായിലേക്ക് ഇങ്ങനെ വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കയ്യിലൊരു ഒറ്റ തട്ടായിരുന്നു. ഇതെല്ലാം കൂടെ തീർച്ചങ്ങ് പോയി കേട്ടോ. സച്ചിക്കും അങ്ങ് എന്തോ പോലെയായി. അതിലോ ഉപരി നമ്മുടെ രേവതി ഇതെല്ലാം കണ്ടിട്ട് താൻ കാരണമാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന് ഓർത്തിട്ട് ചങ്കത്ത് എന്താ പറയുക, കരിങ്കല്ലും കൊണ്ട് ഇട്ടിക്കുന്ന ആ ഒരു വേദനയിലാണ് നമ്മുടെ രേവതി നിൽക്കുന്നത്. കാരണം രേവതിയുടെ നിരപരാധിത്വം അവിടെ തെളിയുന്നില്ല. ഇതെല്ലാം രേവതി കാരണമാണല്ലോ. എങ്കിലും അറിയാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും രേവതിയിൽ ഇതിൽ പങ്കുണ്ടല്ലോ. അപ്പൊ അതും കൊണ്ട് രേവതിക്ക് വല്ലാത്തൊരു വിഷമവും സങ്കടവും ഒക്കെ ആയിട്ട് രേവതി. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ
ചന്ദ്രയും അതുപോലെ ശ്രുതിയും ശ്രുതിക്കൊക്കെ ഭയങ്കര വിഷമായി പോയിട്ടോ. അപ്പൊ സച്ചു പറഞ്ഞു, അച്ഛ എന്താ അച്ഛ ഈ കാണിക്കുന്നത്? ആഹാരം കഴിക്കാതെ അച്ഛൻ എത്ര നേരം അച്ഛൻ ഇവിടെ ഇരിക്കണത് എന്ന് പറഞ്ഞിട്ട് പതുക്കെ ആഹാരം എടുത്തോണ്ട് പോവുകയാണ്. ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടായിരിക്കാം നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, കഥ ഇപ്പൊ കുറച്ചെഴഞ്ഞു പോകുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് ഞാൻ കുറച്ചങ്ങ് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അവിടം വരെ എത്തിയെന്ന് വരില്ല. ഏതായാലും നമുക്ക് വൈകിട്ട് കാത്തിരുന്ന് തന്നെ കാണാം ഇവിടം വരെ എത്തുമോന്ന്. ഏതായാലും ഇനി സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ ശ്രീകാന്തിന്റെ ഫോൺ ഓണാകും കേട്ടോ. ഓണാകുന്ന ഉടനെ തന്നെ നമ്മുടെ ശ്രീകാന്തിനെ രേവതി വിളിക്കും. രേവതി വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരും കേട്ടോ, വർഷേനെയും കൂട്ടി. പിന്നെ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു കൊടുങ്കാറ്റ് പോലെ വരികയാണ്. ആ കൊടുങ്കാറ്റ് പോലെ വന്ന് അത് സാവധാനമല്ല പോകുന്നത്, അത് വലിയൊരു കൊടുങ്കാറ്റായിട്ട് തന്നെയാണ് തിരിച്ചും പോകുന്നത്. നമ്മുടെ രേവതിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് സച്ചി വീണ്ടും വിശ്വസിക്കുന്നത്. രേവതിയുടെ നിരപരാധിത്വം അവിടെ തെളിയുന്നുമില്ല കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവരും കാത്തിരിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതിന് ഉപരിയായിട്ട് നമുക്കിനി അടുത്തത് വരാൻ പോകുന്നത് നയനിയുടെയും ആദർശിന്റെയും കഥയാണ്. അപ്പൊ അത് മിസ് ചെയ്ത് കളയാതെ കാണണേ. കറക്റ്റ് 7:30 നമ്മൾ ആ കഥയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് കയറി ഫോളോ ചെയ്തേക്കണം. അപ്പൊ ടാറ്റാ, ബൈ ബൈ.